അല്ല കഴിഞ്ഞ കളി ജയിച്ചപ്പോ ടിപ്സ് കാര്യമില്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം കാര്യം. ടിപ്സ് ഇങ്ങനെ വാരി വെതറിന് ഒരു പഴയ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. ഇന്നലെ എന്താ ടിപ്സ് ഇല്ലേനോ? ക്യാപ്റ്റൻ ഇപ്പൊ ആരാ ക്യാപ്റ്റൻ? ഹാർദിക് പാണ്ഡ്യ. ഓനാണ് ഈ കളി തോൽപ്പിച്ചത്. അതായത് ഓ ഒറ്റക്കാണ് ഈ കളി തോൽപ്പിച്ചത്. അങ്ങനല്ല, നിങ്ങൾക്ക് രണ്ട് ക്യാപ്റ്റന്മാരില്ല. ജയിക്കുമ്പോ ഒരു ക്യാപ്റ്റനും തോൽക്കുമ്പോ ഒരു ക്യാപ്റ്റനും കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോ പറയും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യനെ ഇതിന്റെ ഈ തോറ്റിന് ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഹാർദിക്. കാരണം അറിയോ, ഞാൻ പറഞ്ഞുതരാം ഹാർദിക് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ ആ കോഡ്സി നല്ല ഉഷാറായിട്ട് ഓന്റെ ഓവർ എറിഞ്ഞു. ഓന്റെ ഫസ്റ്റത്തെ ഓവർ നല്ല ഉഷാറായിരുന്നു, 150 കിലോമീറ്റർ വേഗത്തിലൊക്കെ. അത് തൊടാനും കൂടി ജയ്സ്വാൾ ശരിക്കും പെട്ട് എഡ്ജ് ചെയ്ത് ഫോറൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത ഓവർ ഓൻ കൊടുക്കുന്ന. പിന്നെ ഓന് കൊടുക്കണ എപ്പോഴാ ജയ്സ്വാൾ എംബയിലെത്തിയതിന് ശേഷം അല്ലെ കളിയപ്പോത്തിന് കൈക്കപ്പിന്ന് പോയിന്നാ. പിന്നെ ഞങ്ങള് ബൂംറ നല്ല ഉഷാറായിട്ട് എറിഞ്ഞില്ല ഫസ്റ്റ്. എന്നിട്ട് ബൂംറനെ പിന്നെ കൊണ്ടുവരുന്ന എപ്പോഴാ കളി പോയി കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഇതെന്താ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മിഡിലൊന്നല്ല ആ എപ്പോഴാ പിന്നെ കൊണ്ടുവരുന്നത്. ഇനിയിപ്പൊ അതൊക്കെ നിക്കട്ടെ, നിങ്ങളെ ഓക്കെ ഹാർദിക് പാണ്ഡ്യയാണ് കളി തോൽപ്പിച്ചെന്ന് വെച്ചാൽ ഇന്നത്തെ ബാറ്റ് ചെയ്യാൻ വന്നാണ്ട് ഓടിക്കണ ഫിനിഷറായി വന്നതാണ്. അല്ല ഡേവിഡിന്റെ ഒക്കെ മുമ്പ് 10 ഗോൾ 10 റൺസ്. നിങ്ങളെ പഴയ ക്യാപ്റ്റൻ എന്താ അടുത്ത റണ്ണ് അതെന്ന് പറഞ്ഞാ നിങ്ങള് 6 റണ്ണോ അടിച്ച ഷോട്ട് കണ്ടില്ല നിങ്ങള്? ഉത്തരവാദിത്തം പറഞ്ഞാൽ നിങ്ങള് പഴയ ക്യാപ്റ്റൻ ഇല്ല. അല്ല അതെന്താ സംഭവം നമുക്ക് മനസ്സിലായ. ഇതേപോലെ ബോൾട്ട് വാങ്കടയില് മൂപ്പർ ഔട്ടാക്കിക്കണം. അന്ന് ഇന്നിങ്സിൽ 5ാമത്തെ ബോളാണ്, ഇതും 5ാമത്തെ ബോളാണ്. അപ്പൊ ഇനി അത് വരരുത് എന്ന് വിചാരിച്ച അടിച്ചാണ്. കൊണ്ട് കുത്തനെ പൊന്തിപ്പോയി. അതൊക്കെ എല്ലാവർക്കും പറ്റൂല. അതാണ് ആവർത്തിച്ചു. അതല്ല ഉണ്ടായത്. ചിലപ്പോ അതായത് ഒരു ടീം എന്ന നിലയിൽ നിങ്ങൾ സമ്പൂർണ്ണ ദുരന്താണ്. അത് ഞാൻ എപ്പോഴും എടുത്ത് പറഞ്ഞ കാര്യമാണ്. നിങ്ങളെ ബാറ്റ്സ്മാൻമാർ എത്ര എളുപ്പമാണ് ഒക്കെപ്പാടെ ഇങ്ങനെ വരിവരിക്ക് പോയത്. പിന്നെ ആ തിലക് വർമ്മ കുറച്ച് നിങ്ങളൊരു ഞങ്ങളെ കളിക്കാരാണ്. ഒരു ഉസാർ കളി നിങ്ങൾക്ക് എന്താ മറുപടി ഉണ്ടായിരുന്നില്ലല്ലോ. വലിയ ക്യാപ്റ്റൻ സഞ്ജു ആ സമയത്ത് ഇത് പൊളിച്ചാനും പഠിച്ച പണി 18 നോക്കിയല്ലോ, ഒന്നും കിട്ടിയില്ലല്ലോ. എത്ര വിക്കറ്റ് ഉസാറായിട്ട് അടിച്ചു. ഞങ്ങളെ എത്ര വിക്കറ്റ് ഈ 2 ആൾക്കാരും കൂടി 100 റൺ അടിച്ചില്ല. ഞങ്ങളെ ചക്കം സന്ദീപിന്റെ ഏറുകൾ എന്താ കാട്ടി? സന്ദീപ് ആദ്യത്തെ 4 ഓവർ അവസാനം അവസാനത്തെ ഓവറിൽ 3 വിക്കറ്റ് കിട്ടിയാണ്ടല്ലേ 5 ഒരു പവർ പ്ലേയിൽ ഉഷാറായി എറിഞ്ഞാണ്, ലാസ്റ്റിൽ ഉഷാറായി എറിഞ്ഞാണ്. പിന്നെ ചഹല് ഞങ്ങളെ ബോളർമാർ ബോൾട്ട് എല്ലാരും കുഴപ്പമില്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ. ഞങ്ങൾക്ക് തൊട്ട് നോക്കാൻ പോലും റണ്ണില്ലേനു. നിങ്ങളൊരു 19 ആൾക്കാര് തൊയഞ്ഞെടുത്ത റണ്ണ് ഞങ്ങളെ 3 ആൾക്കാർക്കുള്ളേനു. ജയിച്ചു ഞങ്ങൾ. അതിപ്പോ വലിയ അർത്ഥമൊന്നുമില്ല. ക്യാച്ച് പോയ അങ്ങനൊക്കെ ഉണ്ടാവും. ക്യാച്ചാ വിട്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഉണ്ടായതാണ്. അല്ലാതെ നിങ്ങളെ ബാറ്റിംഗ് പോരാ, നിങ്ങളെ ബോളിംഗ് പോരാ, നിങ്ങളെ ക്യാപ്റ്റൻ പോരാ, നിങ്ങളെ ഫീൽഡിംഗ് പോരാ, നിങ്ങളെ ടീം തന്നെ പോരാ. അത് ഇതെല്ലാം കൂടി സമ്മതിച്ചില്ല. അതാണെങ്കിൽ ഒരു കാര്യം സമ്മതിച്ച എന്താണ് ക്യാപ്റ്റൻ പോരാ. അതിന് മാത്രങ്ങൾ ഇതാക്കരുത്. നിങ്ങൾ പിന്നെ വേറെ മലിങ്ങനെ കറക്കില്ല. എന്നിട്ട് എന്താ ഉണ്ടായത്? മൂപ്പർക്കും കിട്ടി. നിങ്ങളിപ്പോ ഞാരെ കൊടുത്തിട്ടും കാര്യമില്ല. ബുംറക്ക് വരെ എന്നാലും നല്ല കിട്ടലിട്ട് ജയ്സാന്റെ അടുത്ത്. ചക്ക എന്താ അടി. ചക്കനൊരു പുച്ഛണ്ടായിരുന്നു എല്ലാവർക്കും. 8 കളി കളിച്ചില്ല, എണ്ണത്തിലും മോശമല്ലേ. അതാണ്. എന്നിട്ട് ഞങ്ങളതിൽ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാൾ ഫോം ആയില്ലെങ്കിൽ മറ്റൊരാൾ ഫോം ആവും. അപ്പൊ ഇതാണ് സംഭവം. ഞങ്ങളതിൽ എല്ലാവരും ഫോം ആവും. ഏതെങ്കിലും ഒരു താരം എപ്പോഴെങ്കിലും ആയിട്ട് കത്തി നിൽക്കും. അതാണ് വ്യത്യസ്തത. ഞങ്ങളെ ക്യാപ്റ്റൻസി, സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി എന്ത് കൂടാൻ കാമായിട്ടാണ്. പിന്നെ സെഞ്ചുറി അടിക്കാൻ വേണ്ടി മൂപ്പര് ജയ്സോളിന് സ്ട്രൈക്ക് കൈമാറണം. ഇങ്ങനെ ഒരു ക്യാപ്റ്റൻ എവിടെയെങ്കിലും കിട്ടും? നിങ്ങളതിൽ തന്നെ പഴയ ക്യാപ്റ്റൻ, പുതിയ ക്യാപ്റ്റൻ, വരാനിരിക്കുന്ന ക്യാപ്റ്റൻ, ഒരു 3-4 ക്യാപ്റ്റന്മാരും ഘടകമല്ലേ. ഞങ്ങളത് അങ്ങനെയൊന്നല്ല. ഞങ്ങളത് സഞ്ജു ഇങ്ങനെ ടീമിനെ നല്ല രൂപത്തിൽ കൊണ്ടുപോകും. അപ്പൊ ബാറ്റിംഗ് ഉഷാറാകും, ബോളിംഗ് ഉഷാറാകും, എല്ലാം ഉഷാറാകും. ഇന്ത്യന്റെ ഭാവി ക്യാപ്റ്റൻ ആക്കണം സഞ്ജുവിനൊക്കെ ഓരോരുത്തർ പറയണം. അതിപ്പോ ഉണ്ടാകില്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി അത് ഒരു ഉഷാറാണെന്നുള്ളതിന് തെളിവാണ്. പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ 1ാമത് നിൽക്കണം. അതൊക്കെ ശരി. ഞങ്ങൾക്ക് ഭാഗം ഒറ്റ കുഴപ്പമുള്ളൂ. ക്യാപ്റ്റനാണ്ട് മാറ്റിയ തീരാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളൂ.